ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിന് സമീപത്താണ് ഇരിക്കുന്നത്. ആ ഇരിക്കുന്ന തോട്ടം ഒരു ഖുറൈശി പ്രമാണിയുടെ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മക്കയിലുള്ള പല ഖുറൈശി പ്രമാണിമാർക്കും ത്വായിഫിൽ അവർക്ക് തോട്ടവും വീടെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ള ആ സന്ദർഭത്തിൽ ഇരിക്കുന്ന ആ തോട്ടം മക്കയിലുള്ള ഒരു വലിയ ഖുറൈശി പ്രമാണിയുടെ തോട്ടായിരുന്നു. ആ തോട്ടം മക്കയിലുള്ള ഉത്ബയുടെയും ഷൈബത്തുബിൻ റബിയ നേരത്തെ ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം എതിർത്ത പ്രവാചകന്റെ 2 ശത്രുക്കളാണ്. അവരുടേതാണ് തോട്ടം. ആ സന്ദർഭത്തിൽ അവർ ആ തോട്ടത്തിലുണ്ടായിരുന്നു. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്നും ആ ഏറെല്ലാം ഏറ്റുവാങ്ങി ഓടി വരുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നതും അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതെല്ലാം ആ തോട്ടത്തിൽ നിന്നും രഹസ്യമായിട്ട് ഉത്ബയും ഷൈബയും അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഖുറൈശിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നാട്ടുകാരനാണ്. അപ്പൊ ശത്രുവാണെങ്കിലും റസൂലുള്ളാഹിന്റെ അവസ്ഥയിൽ ശത്രുവിന് പോലും ആ മനസ്സ് വേദനിക്കാണ്. കഠിന ശത്രുവായിട്ടുള്ള അവർക്ക് പോലും റസൂലുള്ളാഹിന്റെ ആ ഒരു അവസ്ഥയിൽ അവർക്ക് വേദന തോന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗോത്രം ഒന്നുമില്ലെങ്കിൽ അവരുടെ ആ ഗോത്രം ഹമിയത്തുൽ ജാഹിലിയ, ആ ഒരു അവസ്ഥയിൽ അവര്, അതായത് ത്വായിഫിലുള്ള സഖീഫ് ഗോത്രക്കാർ കൂടെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത്. അവരുടെ മനസ്സലിയാണ്. അവരുടനെ തന്നെ തങ്ങളുടെ, അതായത് ആ തോട്ടത്തിനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ക്രൈസ്തവനായിട്ടുള്ള ഒരു അടിമ, ആ ഒരു തോട്ടം പണിക്കാരനുണ്ട്, അദ്ദേഹത്തെ വിളിച്ച്, അദ്ദേഹത്തിന്റെ പേര് ചരിത്ര ഗ്രന്ഥങ്ങൾക്ക് അദ്ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവര് പറഞ്ഞു, ആ ദൂരെ ഇരിക്കുന്ന ആ വ്യക്തിക്ക് നീ കൊണ്ടുപോയിട്ട് ഈ ഭക്ഷണം കൊടുക്കണം. അതിനുശേഷം അവരൊരു കിണ്ണത്തിൽ, ഒരു പാത്രത്തില് നിരവധി മുന്തിരി പറിച്ചുകൊണ്ട് ആ പാത്രത്തിൽ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ ഇരിക്കുന്ന വ്യക്തിക്ക് അത് കൊണ്ടുപോയി കൊടുക്കണം. അദ്ദാസ് ആ പാത്രവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ അടുത്തെത്തിയ സന്ദർഭത്തിൽ അദ്ദാസ് തന്റെ യജമാന്മാരെ ഏൽപ്പിച്ച ആ മുന്തിരി പാത്രം റസൂലുള്ളാഹിന്റെ നേരെ നീട്ടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സന്തോഷത്തോടു കൂടെ അത് സ്വീകരിച്ചു. ചിന്തിച്ചു നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൈ ഉയർത്തി പ്രാർത്ഥിച്ച ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ സഹായം, ആദ്യം വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലും ആ മദിയൻ താഴ്വരയിൽ നിസ്സഹായ അവസ്ഥയിൽ ആ മരത്തണലിൽ ഇരുന്നു കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈ ഉയർത്തിയ ഉടനെ തന്നെ ഫജാഅത് ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തഹിയ, സൂറത്തുൽ ഖസസ്, ഒരു സ്ത്രീ ആ സഹായ ഹസ്തവുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ മുന്തിരിപ്പാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച സന്ദർഭത്തിൽ അദ്ദാസ് ഇങ്ങനെ കൗതുകത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി അടുത്ത് നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി അതിൽ നിന്നും ഒരു മുന്തിരി എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തന്റെ വായിലേക്ക് ഇട്ടു. അത് കണ്ട ഉടനത്തെ നമ്പരപ്പോടുകൂടെ അദ്ദാസ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വല്ലാഹി ഇന്ന ഹാദൽ കലാം മാ യഖൂലു അഹ്ലി ഹാദിഹിൽ ബിലാദ്, വല്ലാഹി താങ്കൾ ഇപ്പൊ പറഞ്ഞ, താങ്കൾ ആ ഉരുവിട്ട പദങ്ങള് ഈ നാട്ടുകാരായിട്ടുള്ള ഒരാളും പറയുന്നതായിട്ട്